ഹായ്, എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത വൈൻ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. വൈൻ തയ്യാറാക്കുന്ന രീതി ഞാൻ ഇതിൽ പറയുന്നില്ല, അത് മറ്റൊരിക്കലാവാം. ഇത് മുന്നേ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ്. 1 വർഷം മുമ്പ് ഉണ്ടാക്കിയ വൈൻ ഉപയോഗിച്ച് ചെയ്തതാണ് ഈ റെസിപ്പി. ഇവിടെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് 2 കപ്പിനുള്ള മെഷർമെൻ്റാണ് ഓരോന്നും. പക്ഷേ ഞാൻ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് 1 കപ്പിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങളാണ് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. 2 കപ്പ് മൈദയ്ക്ക് വേണ്ടി 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പാണെങ്കിൽ 2 മുട്ട മതിയാവും. അതുപോലെ ഓയിലും ബട്ടറും ഉപയോഗിച്ചിട്ടുണ്ട്. സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഏകദേശം 1 വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ബാക്കി വന്നതുകൊണ്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത്. എത്ര നാളെ നമുക്കിത് സോക്ക് ചെയ്ത് വെക്കാൻ പറ്റും, അത്രയും ഇതിൻ്റെ ടേസ്റ്റും കൂടും. നമുക്ക് എന്ത് തരത്തിലുള്ള ഫ്രൂട്ട്സുകളും ഡ്രൈ ഫ്രൂട്ട്സുകളും ഇതിനായിട്ട് ഉപയോഗിക്കാം, കൂടെ നട്ട്സും. ഞാനിപ്പോൾ പുതിയതായിട്ട് തയ്യാറാക്കിയതാണിത്. ഇത് ശരിയായി വരുന്നതേ ഉള്ളൂ. ഇതിനായിട്ട് 2 തരത്തിലുള്ള റൈസിൻസ് അല്ലെങ്കിൽ മുന്തിരി എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ, പിന്നെയുള്ളത് ബ്ലൂബെറിയാണ്. അതുപോലെ ഡേറ്റ്സ്, ഈന്തപ്പഴം, പ്ലംസ് കിട്ടുവാണെങ്കിൽ അതും നല്ലത്. അതെല്ലായിടത്തും കിട്ടില്ല. ഇത്തവണ എനിക്കും അത് കിട്ടിയില്ല. നട്ട്സുകളും പല ടൈപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഡ്രൈഡ് ആപ്രിക്കോട്ട്, പിന്നെ ട്യൂട്ടി ഫ്രൂട്ടിയാണുള്ളത്. അതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പിന്നെ നട്ട്സുകൾ പലവിധം, കാഷ്യൂ നട്ട്, ബദാം, പിസ്ത. ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ കളക്ട് ചെയ്തുണ്ടാക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് വൈനിലൊന്ന് കുതിർത്ത് വെക്കാം. ഇത് 1 വർഷം പഴയ വൈനാണ്, അതുകൊണ്ടാണ് കളറ് മാറിയിരിക്കുന്നത്. പഴകും തോറും വൈനിൻ്റെ കളറ് മാറും. ഒരു 20 ഡേയ്സെങ്കിലും സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും. എല്ലാം ഉള്ളിൽ പിടിച്ചുള്ള ഫ്രൂട്ട്സ് കിട്ടും. അതല്ലെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ വേറെ ഒരെണ്ണം ഉണ്ടാക്കിയിരുന്നു. ഒരു 2 ദിവസം സോക്ക് ചെയ്ത് വെച്ച് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കാം. 1 കപ്പാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ മതി. പിന്നീട് നമുക്കിതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം. ഒരു 1, 2, 3 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ്, സോഫ്റ്റ്നെസ് കിട്ടും. പക്ഷേ ക്രിസ്മസ് കേക്കിന് അത്ര ഒരു സോഫ്റ്റ്നെസ് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എപ്പോഴും കട്ടിയായിട്ടാണല്ലോ ഇരിക്കാറുള്ളത്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറാക്കാം. ഇവിടെ ഞാൻ 2 കപ്പിന് 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പിനാണെങ്കിൽ 2 മുട്ട മതിയാവും. ഇതിൻ്റെ വെള്ളയും മഞ്ഞയും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ കുറച്ചുകൂടി ഇത് സോഫ്റ്റ്നെസ്സിന് വേണ്ടി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഒരുമിച്ചായാലും പ്രശ്നമൊന്നുമില്ല. ഈ മെത്തേഡിൽ ഞാൻ ബീറ്റർ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ബീറ്റർ ഉപയോഗിക്കാതെ തന്നെ ചെയ്യുന്ന രീതി അടുത്തൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ബട്ടറും ഓയിലും ചേർത്ത് കൊടുക്കുകയാണ്. ഈക്വലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഓയിലായാലും മതി. ഈ മെത്തേഡിൽ മുട്ടയുടെ മഞ്ഞയിലാണ് ഓയിലും ബട്ടറും മിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഷുഗർ ഇട്ട് കൊടുക്കാം. ഇത് പൊടിച്ചു കഴിയുമ്പോൾ 1/4 കപ്പ് ഉണ്ടാവും. അങ്ങനെ തയ്യാറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. 2 കപ്പ് മൈദ എടുത്തിരിക്കുന്നതുകൊണ്ട് 2 ടീസ്പൂണാണ് ഞാൻ എസൻസ് എടുത്തിരിക്കുന്നത്. 1 കപ്പിനാണെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സ്പൈസസ് ആണ്. ഇതിനായിട്ട് ഞാൻ 4 കൂട്ടമാണ് എടുത്തിരിക്കുന്നത്. സിനമൺ, കറുവപ്പട്ട, നട്ട്മഗ്, ജാതിക്ക, ക്ലോവ് അല്ലെങ്കിൽ ഗ്രാമ്പൂ. പിന്നെ എടുത്തിരിക്കുന്നത് ഏലക്ക അല്ലെങ്കിൽ കാടമമാണ്. 1 കപ്പാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂൺ വേണ്ട, 1/4 ടീസ്പൂണിനും 1/2 ടീസ്പൂണിനും ഇടയിലുള്ള അളവ് മതിയാവും. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പലപ്പോഴും എനിക്ക് കൂടിപ്പോയിട്ട് അബദ്ധം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അളവ് പറഞ്ഞത്. അടുത്തതായിട്ട് നമുക്ക് ക്യാരമൽ തയ്യാറാക്കാം. ഇതിനായിട്ട് 1/4 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. പൊടിയായിട്ട് എടുത്തിട്ടുണ്ട്. പൊടിക്കണമെന്നൊന്നുമില്ല, എല്ലാം കൂടി പൊടിച്ചപ്പോൾ ഞാൻ അങ്ങനെ എടുത്തെന്ന് മാത്രം. ഇതിലേക്ക് ഞാൻ 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒന്ന് കളർ ബ്രൗണിഷ് ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഡാർക്ക് ബ്രൗൺ കളർ വരുന്നത് വരെ തിളപ്പിക്കുന്നതാണ് നല്ലത്. ചെറിയ സിമ്മിലിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നല്ല ബ്രൗൺ തന്നെ കിട്ടുന്നതാണ് നല്ലത്. എങ്കിൽ മാത്രമേ ആ കേക്കിന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കളറ് കിട്ടുകയുള്ളൂ.
അതുപോലെ കളറ് ആയി കുറുകി വരുമ്പോൾ നമ്മൾ അത് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുള്ള വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ക്യാരമൽ പശ പോലെ ആകാതെ കൂട്ടിലേക്ക് ഒഴിക്കാൻ പാകത്തിനുള്ള രൂപത്തിൽ കിട്ടുകയുള്ളൂ. ഒരുപാട് അധികമാകണ്ട. കൂടുതൽ കളറായാൽ ചിലപ്പോൾ കയ്പ്പ് രസമുണ്ടാകും. ഇതിൽ കളറുണ്ടെങ്കിലും കയ്പ്പ് രസമൊന്നുമില്ല. കളറൊന്ന് മാറി വരുമ്പോഴേക്കും ഒന്ന് ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നീട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ക്യാരമൽ ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. പൊടി മുഴുവനോടെ ഇടാതെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത്. ഈ കൂട്ടിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വൈൻ മിക്സ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മുട്ടയുടെ വെള്ള സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടും. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മോൾഡ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അലൂമിനിയത്തിൻ്റെ മോൾഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ബട്ടറെല്ലാം ഒന്ന് തേച്ചതിന് ശേഷം ഉള്ളിൽ കേക്ക് നമുക്ക് എളുപ്പത്തിൽ വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. പൊടി ഇട്ടതിന് ശേഷം എല്ലാ വശത്തേക്കും പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഈ രീതി തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഇതിന് പകരമായിട്ട് നമുക്ക് ബട്ടർ പേപ്പർ ഉപയോഗിച്ചും ചെയ്യാം. ബട്ടർ പേപ്പർ സ്റ്റോക്കില്ലെങ്കിൽ ഇത് വളരെയധികം ഉപകാരമുള്ളൊരു മെത്തേഡാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓവന് പകരമായിട്ട് പഴയ കുക്കറാണ്. അത് മോശമായത് ഞാൻ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇതിനടിയിലായിട്ട് ഉപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നേരത്തെ പൂഴി ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ ഉപ്പാണ് ഉപയോഗിക്കുന്നത്. മുമ്പൊക്കെ കുക്കർ ഉപയോഗിച്ച് ചെയ്തിരുന്നു, ഇപ്പോൾ ഈ രീതിയിലാണ് ചെയ്യാറുള്ളത്. ലിഡുള്ള പാനിലും ചെയ്തെടുക്കാറുണ്ട്. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മോൾഡ് ഒന്ന് തട്ടിക്കൊടുക്കാം, അതിലുള്ള എയർ ബബിൾസ് ഒക്കെ പോകുന്നതിന് വേണ്ടി. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെസൽ അല്ലെങ്കിൽ ഏത് പാത്രമാണോ എടുക്കുന്നത് അതൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ. അതിനുശേഷം വേണം നമുക്ക് മോൾഡ് വയ്ക്കാൻ. ഞാൻ 2 കപ്പ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് 2 പാത്രങ്ങളിലായിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത്. ഏകദേശം 45-50 മിനിറ്റോളം എടുത്തു പാകമായി വരാൻ. ഒരു 35-40 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ചെറിയ സ്മെല്ലൊക്കെ നമുക്ക് ബേക്ക് ചെയ്തതിൻ്റെ ഉണ്ടാവും. അപ്പോഴേക്കും ഒന്ന് ലിഡൊക്കെ ഒന്ന് തുറന്ന് നോക്കി ടൂത്ത് പിക്സ് ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കാം. നടുഭാഗം എന്തതാണെങ്കിൽ ക്ലിയർ ആയിട്ട് കിട്ടും. അതിൽ പറ്റി പിടിക്കാതെ ക്ലിയർ ആയിട്ട് കിട്ടിയെങ്കിൽ നമുക്ക് ബേക്കായി എന്ന് മനസ്സിലാക്കാം. പിന്നീട് പുറത്തേക്കെടുത്ത് ചൂടാറിയതിന് ശേഷം മുകളിൽ നിന്ന് മാറ്റി കട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇതിൽ കാണുന്ന അധികം കളറില്ലാത്തൊരു കേക്ക് ഞാൻ കുറച്ച് പാലും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. നമുക്ക് ഓയിൽ ബട്ടർ കുറച്ചെടുത്ത് അതിന് പകരമായിട്ട് പാലും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കളറ് കുറച്ച് കുറവായിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഓവൻ ഉപയോഗിക്കാതെ ചെയ്ത ഈ രീതി ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കാതെ ഒരുമിച്ചെടുത്ത് ബീറ്റർ ഇല്ലാതെ വിസ്ക് ഉപയോഗിച്ച് നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. ഏതാണ് ഓരോരുത്തർക്കും സൗകര്യം ആ രീതിയിൽ ചെയ്തെടുക്കാം. മറ്റു രീതികളിൽ പ്രിപ്പയർ ചെയ്ത കേക്കുകളുമായിട്ട് ഞാൻ പിന്നീട് വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മെറി ക്രിസ്മസ്. മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.